നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ജസ്റ്റ് പേഴ്സൻ്റെ ചാനലിൽ മെസ്സേജ് എന്ന രീതിക്ക് നോക്കാൻ പോവാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് എന്താ പറയാനുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ അവർ സംസാരിക്കുന്ന രീതിയിലായിരിക്കും ഞാൻ നോക്കാം, അതായത് നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പോലെ. ഓക്കെ, ലെറ്റ്സ് സീ. ക്വസ്റ്റ്യൻസ് എന്താ എൻ്റെ മൈൻഡിൽ തോന്നുന്നോ ഞാൻ ആ നേരത്തെ പറയുന്നതായിരിക്കും. ഞാൻ പ്രത്യേകിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല, ഒന്നും ആലോചിച്ചിട്ടില്ല. എന്താണോ റീഡിങ്ങിൽ വരുന്നത്, കുറച്ച് കാർഡ്സ് എടുക്കും ഞാൻ, അത് വെച്ച് എനിക്ക് പറയാൻ പറ്റുന്നത് പേഴ്സൻ്റെ അവരുടെ മൈൻഡിലുള്ളത്. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് എൻ്റെ ത്രൂ. ഓക്കെ, ലെറ്റ്സ് സീ. ഒരു എനർജി വല്ലാതെ ഒരു ലോ ഫീൽ ചെയ്തു. ചിലപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം. അതെനിക്ക് ആ സമയത്ത് അങ്ങനെ ചില സമയത്ത് വരുമ്പോൾ ഞാനത് തോന്നാറുണ്ട്. ചിലപ്പോൾ എന്തൊക്കെയോ നമ്മുടെ കളക്റ്റീവ് എനർജി എന്ന് പറയും, എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉള്ള ഒരു ചില എനർജി അപ്പം ഉണ്ടാവും. ഓക്കെ, അത് എനിക്കും ബാധിക്കാറുണ്ട്. അപ്പോൾ എനിക്കത് തോന്നും എന്നിട്ട് എന്തോ നമ്മുടെ ഉള്ളിൽ നിന്ന് ചിലത് ലൈക്ക് എന്തോ ഉണ്ട് ചിലതെന്ന്. ഓക്കെ, ലെറ്റ്സ് സീ. ചിലപ്പോൾ പേഴ്സൺ എന്തെങ്കിലും നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നുണ്ടാവാം, അവരുടെ ലൈഫിൻ്റെ കാര്യങ്ങളായിരിക്കാം, നിങ്ങളോട് എന്തെങ്കിലും സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും. ഓക്കെ, ലെറ്റ്സ് സീ എന്താ വരാമെന്ന്. കുറച്ച് കാർഡ്സ് ഞാൻ എടുത്ത് വെച്ചിട്ട് പറയാം. അവരുടെ ഫീലിങ്സ് എന്ന രീതിയിൽ തന്നെയാണ്. ഓക്കെ, അവർക്ക് എന്താ പറയാനുള്ളത് ഫീലിംഗ്. Okay, let's see. അധികം ആവശ്യമില്ല, കുറച്ച് മതി. യെസ്, ഗ്രേറ്റ്. വാവ്, ഇതെടുത്തേ പറ്റൂ എനിക്ക്. ഓക്കെ, ആൻഡ് Seven of Cups, Seven of Swords, Three of Cups, Judgment, Seven of Wands. ആക്ച്വലി 777 എല്ലാം വന്നിട്ടുണ്ട്. എത്ര നെഗറ്റീവ് ഉണ്ടോ എല്ലാം വന്നിട്ടുണ്ട്. നെഗറ്റീവ് ആണ്. ഓക്കെ, അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അത് അതിൽ കാര്യമുണ്ട്, ഞാൻ പറയാം. വേൾഡ്, Queen of Wands, Five of Pentacles, Princess of Pentacles, The Lovers card. പേഴ്സൺ എന്താ പറയാനുള്ളത്? ഓക്കെ, ഹെവി എനർജി വെറുതെ അല്ല എനിക്ക് ഫീൽ ചെയ്ത്. ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഓക്കെ ചാനൽ മെസ്സേജ് പോലെ പറയണം എന്നാണ് ഞാൻ വിചാരിച്ചു, പക്ഷെ കിട്ടുന്നില്ല. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് എക്സ്പ്ലെയിൻ. എൻ്റെ മുമ്പിൽ കാണുന്ന സിറ്റുവേഷൻ ഞാൻ പറയാം. അവരുടെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അവരുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് ഇവിടെ മെജോറിറ്റി, ഈ റീഡിങ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മെജോറിറ്റി ആൾക്കാർക്കും തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ പേഴ്സൺ വേറെ തേർഡ് പാർട്ടിയിലേക്ക് പോയി, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ളപ്പോൾ വേറെ തേർഡ് പാർട്ടി ഇടയിൽ വന്നു എന്ന് പറയാം. ഓൾറെഡി വന്നതാവാം, മീൻസ് ഓൾറെഡി ഉണ്ടാവാം. മാരീഡ് സിറ്റുവേഷൻസ് ആവാം ചിലവർക്ക്. എല്ലാ തരത്തിലും പറയാം നമുക്കിവിടെ. നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വേറെ തേർഡ് പാർട്ടി തന്നെയാണ്. തേർഡ് പാർട്ടി അത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തന്നെയാണ്. ഓക്കെ, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലേർട്ടിങ് എന്തും പറയാം. എനിക്ക് ആ രീതിയിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറെ എന്തോ വന്നിട്ടുണ്ട്. അവരുടെ അറ്റൻഷൻ മാറിപ്പോയിട്ടുണ്ട്. ഫാമിലി അല്ല, തീർച്ചയായും ഫാമിലി ഇൻ ദ സെൻസ് മാരീഡ് ആവാം. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളാവാം. അല്ലാതെ പാരൻസ് അങ്ങനത്തെ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. പാരൻസ് അല്ല, ആൻഡ് ജോലി അങ്ങനത്തെ കാര്യങ്ങളും അല്ല ഇവിടെ. അവരുടെ അറ്റൻഷൻ നിങ്ങളുടെ അടുത്ത് മാറിപ്പോയിട്ടുണ്ട്. അറ്റൻഷൻ മാറിപ്പോയി എന്ന് പറയുമ്പോൾ അത് ലൈക്ക് വേറെ വ്യക്തിയോട് സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സംസാരിക്കുക, വേറെ കാര്യങ്ങളിൽ ഇവർ ഇൻവോൾവ് ആവുക. ഒരു ഇറ്റ്സ് നോട്ട് സീരിയസ് എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരു സീരിയസ് റിലേഷൻഷിപ്പ് അങ്ങനത്തെ രീതിയിലല്ല. പക്ഷേ എന്നാലും ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് വേറെ ഭാഗത്തേക്ക് മാറിപ്പോയിട്ടുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, ടൈം പാസ് ആയിരിക്കാം. ത്രീ ഓഫ് കപ്സ് ആണ്. ത്രീ ഓഫ് കപ്സ് പറയുമ്പോൾ ഫ്രണ്ട്സ് പോലെ എന്ന് പറയും, ഫ്രണ്ട്ഷിപ്സ് പോലെ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വെറുതെ ഒരു
ടൈം പാസ്, ഓക്കെ, വെറുതെ ഒരു എന്താ പറയുക, ഒരു രസത്തിന് എന്ന് പറയാം. പക്ഷേ അത് ചെയ്തത് തെറ്റാണ് അല്ലേ? അങ്ങനെ നിങ്ങളോട് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ് അവർ ചെയ്തത്. ഓക്കെ, 7 ഓഫ് വോൺസ്. ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കേണ്ടതായിരുന്നു എന്ന് വെച്ചാൽ, അതായത് ഇങ്ങനെ ഇപ്പോൾ സപ്പോസ് ആരെങ്കിലും അവർ പിന്നാലെ വന്നു എന്ന് വിചാരിക്കാം, ഓക്കെ, അവരെടുത്ത് വന്ന് സംസാരിക്കാൻ വന്നു, ഒരു അട്രാക്ഷനായിട്ട് ആരെങ്കിലും വന്നു, അങ്ങനെ വരുമ്പോൾ അവരൊരിക്കലും കാരണം അവരുടെ ലൈഫിൽ നിങ്ങൾ ഓൾറെഡി ഉണ്ടെങ്കിൽ അവരൊരിക്കലും നിങ്ങൾക്ക് പകരം, അല്ലെങ്കിൽ ഇപ്പോൾ ഓക്കെ മാരീഡ് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ, പ്രശ്നമില്ല. ഈവൻ അവിടെയും നിങ്ങൾക്കൊരു വാക്ക് അവർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പം ചിലവർക്ക് അത് പിന്നെ നിവർത്തിയില്ലാണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ, അത് പിന്നെ നമ്മൾ പറയണ്ട. കാരണം മാരീഡ് ആണെങ്കിൽ അവിടെ അറ്റൻഷൻ കൊടുക്കണം എന്ന രീതിക്കായിരിക്കാം. ബട്ട് എവിടേക്കോ അവർ നിങ്ങളോട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഓക്കെ, നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ അവർ വേദനിപ്പിച്ചിട്ടുണ്ട്, ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ചിലത് സീക്രട്ടായിട്ട് ചില റിലേഷൻ്റെ കാര്യമാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റ് അവർ ചെയ്തിട്ടുണ്ട്. ഫാമിലിക്ക് എന്ന രീതിയിൽ പറഞ്ഞാലും ഫാമിലിക്ക് അറ്റൻഷൻ കൊടുക്കുമ്പോൾ അവർ എപ്പോഴും എങ്ങനെയോ നിങ്ങളെ കൂടി ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തന്ന ചില വാക്ക് അല്ലേ, നിങ്ങളുടെ അടുത്ത് അടുത്തു, നിങ്ങളോട് ഒരു അറ്റാച്ച്മെന്റ് വന്നു. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കൂടി ഒരു പ്രയോറിറ്റി അവർ തരണമായിരുന്നു അല്ലേ? അത് ചെയ്യുന്നതിന് പകരം അവർ ഫാമിലിയെ ചൂസ് ചെയ്തു എന്ന് പറയാം. എനിക്ക് ഫാമിലിയെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് ചെയ്തൊരു തെറ്റാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ജഡ്ജ്മെൻ്റ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ജഡ്ജ്മെൻ്റ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ മാറിപ്പോയി കാണാം. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടാവാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ദാറ്റ് പേഴ്സൻ്റെ അടുത്ത് ഇനി ഇങ്ങനെ ഒരു വേണ്ട റിലേഷൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ അവരായിട്ട് ചിലപ്പോൾ നിങ്ങളെ വിട്ട് മാറി നിൽക്കുന്നതും ആയിരിക്കും. വേൾഡ് കാർഡ് ഉണ്ട് ഇവിടെ. ചിലവർക്ക് നമ്മൾ ദൂരെ ആണ് പേഴ്സൺ എന്ന രീതിയിൽ പറയാം, പക്ഷെ അതല്ല. ഇവിടെ എനിക്ക് നമ്മൾ ഇമോഷണൽ ഡിസ്റ്റൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് വരിക, അത് അവർ വേറെ പല കാര്യങ്ങളിലും അവരുടെ ശ്രദ്ധ കൊടുക്കുന്നു എന്നാണ്. എനിക്ക് അത് ഫാമിലിയിലായിരിക്കാം, ഞാൻ പറഞ്ഞ പോലെ വേറെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ജോലി അങ്ങനെ എനിക്ക് കിട്ടുന്നില്ല, പെൻഡിക്കിൾസ് ഇല്ല അവിടെ. സോ ഇമോഷണൽ കാര്യങ്ങൾ അവർക്ക് വേറെ പലയിലേക്കും ശ്രദ്ധ പോകാം. ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വെറുതെ എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് അവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് തെറ്റ് അവർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തമ്മിലൊരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഇപ്പോൾ അവർ ഈ ജഡ്ജ്മെൻറ്റ് കാർഡ് ഇവിടെ പറയുമ്പോൾ അവർക്ക് റിയലൈസ് ചെയ്യുന്നുണ്ട് ദറ്റ് അവർ തെറ്റ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അവർക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട് ദറ്റ് അവർ നിങ്ങളെ വേദനിപ്പിച്ചു, നിങ്ങളോട് ചെയ്തൊരു തെറ്റായിപ്പോയി എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ആക്ച്വലി ഒരു ക്വീൻ ഓഫ് വോൺസ് എനർജിയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു വളരെ അബണ്ടൻ്റ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് വളരെ അധികം കഴിവുണ്ട്, നിങ്ങൾ വളരെ റെസ്പെക്റ്റഡ് പേഴ്സൺ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ റെസ്പെക്റ്റ് അർഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അങ്ങനെ വെറുതെ നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പായിട്ടെല്ലാം നിങ്ങൾ ഈ ബന്ധത്തിനെ കണ്ടിട്ടുണ്ടാവുക. സോ നിങ്ങൾ കൊടുത്തൊരു വാല്യൂ, അങ്ങനെ പല കാര്യങ്ങളും അവർക്ക് നിങ്ങളോട് റെസ്പെക്റ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഐ തിങ്ക് ഇവിടെ നഷ്ടത്തിൻ്റെ കാണുന്നുണ്ട്, 5 പെൻഡിക്കിൾസ് കാണുന്നുണ്ട്. നിങ്ങളായിരിക്കാം വിട്ടുപോയത്, അല്ലെങ്കിൽ പേഴ്സണായിട്ട് മാറി നിൽക്കുകയാണെങ്കിലും ഇപ്പോൾ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ചോയ്സ്. ഓക്കെ, അവരെടുത്ത തീരുമാനം അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് അവർ മാറി നിൽക്കുന്നതായാലും അവർ നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു റിഗ്രറ്റ് അവരുള്ളിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, സോറി, വേറെ അവരെന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട്? അവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് നോക്കാം. അതിനെക്കുറിച്ച് നമുക്ക് അപ്പോൾ ഒരു ഇത് ഞാൻ പറയാം, ഇവിടെ ഉണ്ട്. ഡെവിളാണ് കാർഡ് കാണിക്കാൻ പാടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഡെവിൾ എനർജിയാണ്. 10 ഓഫ് കപ്സ്, 2 ഓഫ് വോൺസ്, 2 കാർഡ്, 8 ഓഫ് വോൺസ് ആൻഡ് ചാരിയറ്റ്. ഓക്കെ, പേഴ്സണ് യെസ് അഗെയിൻ 7. ഓ മൈ ഗോഡ്, ക്വീൻ ഓഫ് സോർഡ്സ് എനർജി. ഫാമിലി ആവാം, പാരൻസിൻ്റെ വാക്ക് കേട്ട് നിങ്ങളെ വിട്ടു പോയതാവാം ചിലവർക്ക്. ഓക്കെ, അതും വന്നിട്ടുണ്ട്. ഹസ്ബൻഡ് വൈഫ് എന്ന രീതിയിൽ എടുക്കാൻ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ വേറെ ഒരു എനർജി, എന്ത് തന്നെ ആയാലും 7 വീണ്ടും വന്നു കണ്ടോ, എല്ലാ 7ഉം ഇവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ പേഴ്സൺ വേണ്ട എഫേർട്ട് മീൻസ് അവർ ഓക്കെ ഇങ്ങനെ പറയാം, ഇപ്പം അവർക്ക് തോന്നുന്നത് വാവ് മൈ ഗോഡ്, നിങ്ങളിപ്പോൾ മിസ് ചെയ്യാണ് അവർ. ഓക്കെ, നിങ്ങളെ സ്നേഹം അവർ മിസ് ചെയ്യാണ്. അവർ ഒരു ഡെവിൾ എനർജിയിൽ പോയി പെട്ടതാണ്. ഒന്നുമില്ലെങ്കിൽ അട്രാക്ഷൻ തോന്നിപ്പോയതായിരിക്കാം, വേറെ ആരെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഫ്ലർട്ടിങ് എനർജി വന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈവൻ നമ്മളിപ്പോൾ ലൈക്ക് മാരീഡ് അങ്ങനത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിലും ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനെ ലൈക്ക് അവർ വേണം വെച്ച് നിങ്ങളുടെ അടുത്ത് നിന്ന് അകറ്റിയതാവാം, അങ്ങനെയും പറയാം ചിലവർക്ക്.
ഓക്കെ, എന്ത് തന്നെ ആയാലും പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കണമായിരുന്നു അല്ലേ? അവർ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണമായിരുന്നു. അത് അവർ ചെയ്തില്ല. നിങ്ങൾക്ക് വേണ്ടി ഇടേണ്ട എഫേർട്ട് അവരാണ് ചെയ്യേണ്ടത്, വേറെ ആർക്കും പറ്റില്ലല്ലോ, അവർ തന്നെ ചെയ്യണ്ടേ? ഓക്കെ, അപ്പോൾ അവർ എന്തായാലും നിങ്ങൾക്ക് പ്രയോറിറ്റി തന്നില്ല എന്നുള്ളതാണ് ഇവിടെ മെയിൻ കാര്യം. ഓക്കെ, അവർ ശരിക്കും ഇപ്പം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. 2 ഓഫ് കപ്സ് എനർജി ഉണ്ട്, 10 ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ് ആണ്, 9 ഓഫ് കപ്സ് ഉണ്ട്, ഏസ് ഓഫ് കപ്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ പറയാൻ വന്നത് ലൈക്ക് നിങ്ങളുടെ പേഴ്സൺ കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. ഡെവിൾ എനർജിയാണ് അത്, നല്ലൊരു എനർജി അല്ല അവിടെ. എനിക്ക് നല്ലൊരു സ്പേസിലല്ല ഇപ്പോൾ അവർ നിൽക്കുന്നത്. അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് ദാറ്റ് അവർ ചെയ്ത തെറ്റിൻ്റെ ഒരു ഫലമാണ് എന്നവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. അവർ ഇപ്പോൾ ഹാപ്പി അല്ല അവർ. ഓക്കെ, ഇപ്പോൾ അവർ ഹാപ്പി അല്ല. സോ അതുകൊണ്ട് തന്നെ അവരൊരു എന്തോ സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ച് പോയതായിരിക്കും. ഓക്കെ, നിങ്ങളടുത്ത് പക്ഷെ നിങ്ങളെ മാറ്റി നിർത്തി. അതിപ്പോൾ ഈവൻ ഫാമിലിക്ക് വേണ്ടിയിട്ടായാലും നിങ്ങളെ മാറ്റി നിർത്തി അവർ മറ്റു കാര്യങ്ങളെ ചൂസ് ചെയ്തു. ഇപ്പം അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ എന്തായിരുന്നു അവരുടെ ലൈഫിൽ എന്നുള്ളത്. ഓക്കെ, അതാണ് ജഡ്ജ്മെന്റ് കാർഡ് ഇവിടെ മെയിൻ എനിക്ക് ഫീൽ ചെയ്ത്. അവരിപ്പോൾ ഒരു ചില കാര്യങ്ങൾ ഗോ ത്രൂ ചെയ്യുന്നത് കർമ്മ ഫേസ് ആണെന്ന് പറയാം. ഓക്കെ, എവിടെയോ അവർ കർമ്മ ഫേസ് ചെയ്യാണിപ്പോൾ. ഓക്കെ, അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ തേർഡ് പാർട്ടി എനർജി ആരായാലും ശരി, പാരൻസ് ആയാലും ശരി, വേറെ ഹസ്ബൻഡ് വൈഫ് അങ്ങനത്തെ മാരീഡ് ആയാലും ശരി, വേറെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയാലും ശരി, സെക്ഷൽ റിലേഷൻഷിപ്പ് ആയാലും ശരി, ഫ്ലർട്ടിങ് ആയാലും ശരി, എന്ത് തന്നെ കാര്യങ്ങളായാലും ശരി, ഫ്രണ്ട്സ്, ഈവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടി ടൈപ്സ് അങ്ങനെ നിങ്ങളെ മാറ്റി വെച്ചു എന്നുണ്ടെങ്കിൽ എല്ലാം അവർക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതിലൊന്നും അവർക്ക് സന്തോഷങ്ങൾ കിട്ടുന്നില്ല, അവിടെ ചില അടികൾ കിട്ടുന്നുണ്ടാവും. അതിൻ്റെയാണ് എനിക്ക് ഈ ജഡ്ജ്മെന്റ് കാർഡ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവർ ചെയ്ത തെറ്റ്, അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് തോന്നുന്നുണ്ടാവാം. മേ ബി നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് കാണാം, നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്തതായിട്ട് അവർക്ക് ഫീൽ തോന്നുന്നുണ്ടാവും. ലൈക്ക് ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും ബ്ലോക്ക് ചെയ്ത് പോയത്, പക്ഷെ എന്നാലും എവിടെയോ മേ ബി നിങ്ങൾ തിരിച്ച് ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ മാറി നിൽക്കുക. ഓക്കെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് തോന്നുന്നുണ്ടാവും തെറ്റ് നിങ്ങളെ നഷ്ടപ്പെടുന്നു എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനാണ്. അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ഈ കണക്ഷൻ എന്താണ് എന്നുള്ളത്. ഓക്കെ, ഏസ് ഓഫ് കപ്സ് ആൻഡ് സോൾമേറ്റ് കാർഡ് രണ്ടും കൂടി ഒന്നിച്ച് 9 ഓഫ് കപ്സ്. അവർക്ക് ആഗ്രഹം ഇപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. ഓക്കെ, 8 ഓഫ് ഫോൺസ് ആണ് ഇവിടെ. കമ്മ്യൂണിക്കേഷൻ വരുന്ന കാര്യമാണ്. നിങ്ങൾക്കൊരു മെസ്സേജ് വരും പേഴ്സൻ്റെ. ഓക്കെ, അവരെന്താണ് ഗോ ത്രൂ ചെയ്ത് എന്നുള്ള അവർ ഈ മാറി നിന്ന സമയത്ത്, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അവർ മാറി നിന്ന സമയത്ത് എന്താണ് അനുഭവിച്ചത്, എന്താണ് അവർ ഗോ ത്രൂ ചെയ്തത് എന്ന് അവർ പറയാനുള്ള സാധ്യതയാണ്. ഓക്കെ, അവർ നിങ്ങളോട് ആക്ച്വലി ഇവിടെയും കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പ്രിൻസസ് ഓഫ് പെൻറ്റിക്കിൾസ്. ഇത് അവരൊരു സോറി പറഞ്ഞ ഒരു മെസ്സേജ് വരാം, ഒരു ഹായ്. ചിലപ്പോൾ അവർ കാണിക്കില്ല കേട്ടോ. ചിലപ്പോൾ ചിലവർ വളരെ ഓവർ സ്മാർട്ട് ആൾക്കാരുണ്ട്. അവർ ഒന്നുമില്ലാത്ത പോലെ ചിലപ്പോൾ തിരിച്ചു വരും. ഓക്കെ, അവർ കുറേ ആയിട്ട് സംസാരിക്കാത്ത ആൾക്കാരും എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്ന് ഒരു എന്താ പറയുക, ഒന്നും നടന്നിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ ചിലവർ വരും. അങ്ങനെയും ഉണ്ട് ചില ക്യാരക്ടേഴ്സ്. ഓക്കെ, ബട്ട് അത് അവർക്ക് നിങ്ങളെ വിട്ടിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് തിരിച്ചു വരുന്നത്. ഓക്കെ, അവർക്ക് മനസ്സിലാക്കിയിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. നല്ല കാര്യം. ഓക്കെ, അവർക്ക് നിങ്ങളെ വേണം. ആക്ച്വലി ലവേഴ്സ്, നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്നാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ വരും, തിരിച്ചു വരും, നിങ്ങളുടെ അടുത്തേക്ക് റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ അവർ വരും എന്നാണ് കാണുന്നത്. സെപ്പറേഷൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി പേഴ്സൺ ഇസ് കമ്മിങ് ബാക്ക്. ഓക്കെ, ഈവൻ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സപ്പോസ് അധികം കമ്മ്യൂണിക്കേഷൻ ഇല്ല, അധികം ഓപ്പണായിട്ട് അവർ പറയുന്നില്ലെങ്കിൽ അവരുടെ മൈൻഡിൽ ഇതൊക്കെ ആയിരുന്നു. എനിക്ക് അവരുടെ മൈൻഡിൽ ചില കാര്യങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ നിങ്ങളോട് തെറ്റ് ചെയ്തു എന്നുള്ളൊരു കുറ്റബോധം, ഒരു റിഗ്രറ്റ് അവരുള്ളിലുണ്ട്. എനിക്ക് അതിപ്പോൾ വന്നതായിരിക്കാം. ചിലപ്പോൾ ഇപ്പോൾ ഈ നമ്മുടെ ന്യൂ മൂണൊക്കെ കഴിഞ്ഞ സമയത്ത് വലുതും വന്നതായിരിക്കും. അതായിരിക്കും ചിലപ്പോൾ ഞാനും ഇത്ര ഇമോഷണൽ ഫീൽ ചെയ്ത് മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ ചില ചേഞ്ചസ് വരുന്ന കാര്യമായിരിക്കാം. ഓക്കെ, ബട്ട് അവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് അവരുടെ ലൈഫിൽ ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ. ഓക്കെ, സോ 2 ഓഫ് കപ്സ് സോൾമേറ്റ് അവർ നിങ്ങളെ ഒരിക്കലും വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ അവരും ഫീൽ ചെയ്യുന്നുണ്ട്. എവിടെയോ ഒരു ജഡ്ജ്മെന്റ് ടൈമാണ്. യൂണിവേഴ്സ് അവരുടെ അടുത്ത് ന്യായം, അതായത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുക്കും. ഓക്കെ, നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അവർ യൂണിവേഴ്സ് ചെയ്തോളും. പേഴ്സൺ പറയുന്നത് സ്റ്റോം വിൽ പാസ് ആൻഡ് ഐ വിൽ സ്റ്റിൽ ബി ഹിയർ വിത്ത് യു എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ബിഗ് ഈഗോസ് കുഡ് ലീഡ് ദിസ് റിലേഷൻഷിപ്പ് ടു ഡാർക്ക് പ്ലേസ്. കുറച്ച് ഈഗോ ഉണ്ട് പേഴ്സണിന്. ഓക്കെ, അവർക്ക് അവരുടെ ഈഗോ ഒക്കെ ആയിരിക്കാം ഇതിന് കാരണം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സപ്പോസ് ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നമ്മൾ ഒരുപാട് നിങ്ങൾ പേഴ്സണിനെ ഇങ്ങനെ അറ്റാച്ച്മെൻറ്റ് വരുമ്പോണ്ടല്ലോ, ലൈക്ക് അവർക്ക് അത്രയും എഫേർട്ട് ഇങ്ങോട്ട് ഇടാൻ വയ്യ. അപ്പോൾ അതൊരു ഈഗോ ഒക്കെ വരും അവിടെ. എനിവേ, ഒരു ഈഗോ ഉണ്ട് എന്തായാലും നിങ്ങൾ തമ്മിൽ. അതൊരു റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ആയിരിക്കാം. ഐ വുഡ് ടേക്ക് ബാക്ക് ഓൾ ദോസ് ഹേർട്ട്ഫുൾ വേർഡ്സ് ഐ സെറ്റ് ടു യു. നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും അവർ കുറ്റപ്പെടുത്തി പറഞ്ഞു, നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞു, നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരിച്ചെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, മേ ബി വി ഹാവ് സോ മെനി ഡിഫറൻസസ് ആൻഡ് ഐ ജസ്റ്റ് കാൺ മീറ്റ് യുവർ സ്റ്റാൻഡേർഡ്. ഓക്കെ, അവർക്ക് അതാണ് പറഞ്ഞത്, റിഗ്രറ്റ്.
അവർ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അവർ നല്ലൊരു വ്യക്തിയല്ല എന്ന് അവർക്കറിയാം. നിങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഡിഫറൻസ് മീൻസ് ഐ തിങ്ക് നിങ്ങൾ കൊടുക്കുന്ന ആ സ്നേഹവും കെയറും അതുപോലെ അവർ നിങ്ങൾക്ക് തന്നിട്ടില്ല. ഓക്കെ, അതിൻ്റെ ആയിരിക്കാം. നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡിന് അവരെത്തില്ല എന്നാണ് പറയുന്നത്. അതായത് ഞാൻ പറയുന്നത് നിങ്ങളോട് റെസ്പെക്റ്റാണ് ഫീൽ ചെയ്യുന്നത്. അവർക്ക് തോന്നുന്നു അവരത്രയും പോരാ, കാരണം അവർക്ക് സ്വയം മനസ്സിലാക്കുന്നുണ്ട്. നല്ല കാര്യം. ഓക്കെ, യുവർ ഐസ് യുവർ സ്മൈൽ കാൺ ഗെറ്റ് ഔട്ട് ഓഫ് മൈ ഹെഡ്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ശരിക്കും അവരുടെ മൈൻഡിൽ നിന്ന് നിങ്ങൾ പോകുന്നില്ല എന്നാണ് പറയുന്നത്. ദിസ് ലവ് ഇസ് ലിത്യം എന്ന് വെച്ചാൽ ഇത് ലവ് അത്രയും സ്ട്രോങ് ഒരു കണക്ഷനാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ജഡ്ജ്മെൻറ്റ് ടൈം ആണിപ്പോൾ. ഓക്കെ, ഈ ഒരു ന്യൂ മൂൺ വന്നു പോയപ്പോഴായിരിക്കാം ഓക്കെ പേഴ്സൺ ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യും, അവർ ചെയ്ത തെറ്റുകൾ അവർ റിയലൈസ് ചെയ്യും. ഓക്കെ, സോ ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ജനറലായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ ഇപ്പം എന്താണ്, അവരുടെ മൈൻഡിൽ ഇപ്പം എന്താണ്. ഓക്കെ, ഐ തിങ്ക് ഞാൻ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് ഒന്നും ആലോചിച്ചിട്ടല്ല എടുത്ത് ചാനൽ മെസ്സേജാണ് വിചാരിച്ചത്. പക്ഷേ ഓക്കെ, അവർ എന്താണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ അവരുടെ മൈൻഡിൽ ചിന്തകൾ നിങ്ങളെക്കുറിച്ച് എന്നുള്ളതായിരുന്നു. ഓക്കെ, ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. എന്തോ ഒരു കർമ്മ സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ ചെയ്ത തെറ്റുകളുടെ ഒരു റിയലൈസേഷൻ അവർക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ എന്തായാലും നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങൾ അവനവൻ്റെ മേലെ വർക്ക് ചെയ്യുക, സ്ട്രോങ് ആയിട്ട് നിൽക്കുക നിങ്ങൾ. ഓക്കെ, എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.